അതെ, അർജന്റീനയ്ക്ക് സ്വർണ്ണ കിരീടത്തിലേക്കുള്ള കാത്തിരിപ്പ് ചെറുതൊന്നുമല്ലായിരുന്നു. 1986-ൽ മാറഡോണയുടെ നേതൃത്വത്തിൽ ലോക കിരീടം നേടിയതിൽ പിന്നെ നീണ്ട 36 വർഷങ്ങൾ. അതിനിടയിൽ 1990-ലും 2014-ലും നിർഭാഗ്യവശാൽ കപ്പിന് തൊട്ടരികിൽ നിന്ന് അർജന്റീനയ്ക്ക് കാലിടറി. 1990-ൽ ഇറ്റലിയോടാണെങ്കിൽ 2014-ൽ ബ്രസീലിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. എന്നാൽ നീണ്ട 36 വർഷങ്ങൾക്കപ്പുറം 2022-ൽ മെസ്സിപ്പടയ്ക്ക് ഖത്തറിന്റെ മണ്ണിലും തുടക്കം തികച്ചും കയ്പ് നിറഞ്ഞതായിരുന്നു. തീർത്തും അപ്രതീക്ഷിത തുടക്കം തന്നെയെന്ന് പറയാം. സൗദി അറേബ്യയോട് 2-1 പരാജയം രുചിച്ചുകൊണ്ടാണ് മെസ്സിപ്പട ഖത്തറിൽ കാലുകുത്തിയത്. അർജന്റീനയ്ക്കും അതുപോലെ തന്നെ അർജന്റീനിയൻ ആരാധകർക്കും തങ്ങളുടെ നെഞ്ചിലേക്ക് ഒരു വെടിയുണ്ട തുളച്ചു കയറിയ അനുഭവമായിരുന്നു. ഒരു മരവിപ്പ് മാത്രം. എന്നാൽ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി വഴങ്ങിയതിനു ശേഷം അർജന്റീനയുടെ നെടുന്തൂണും കരുത്തുമായ നായകൻ മെസ്സി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: ആരാധകരെ, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ, നിരാശപ്പെടില്ല. ഒടുവിൽ ആ വാക്കുകളോട് നീതി പുലർത്തി വിശ്വകിരീടവുമായാണ് ഫുട്ബോളിലെ മിശിക ഖത്തറിന്റെ മണ്ണ് വിട്ടത്. മാധ്യമങ്ങൾ പുകഴ്ത്തിയത് ലോകകപ്പിലെ ഓരോ മത്സരം കഴിയുമ്പോഴും സ്വർണ്ണ കിരീടത്തിലേക്ക് കുതിക്കുന്ന ഗോട്ടിനെയായിരുന്നു കളത്തിൽ കണ്ടത് എന്നാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യവും അർജന്റീനയ്ക്കായിരുന്നു. 23-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. 36-ാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയ അർജന്റീനയുടെ 2ാം ഗോളും നേടി. ആദ്യ പകുതിയിൽ കളത്തിൽ സാന്നിധ്യം പോലും അറിയിക്കാൻ ഫ്രാൻസിന് കഴിയാതെ പോയിരുന്നു. അർജന്റീനയും മെസ്സിയും നിറഞ്ഞാടിയപ്പോൾ നിഴൽ മാത്രമായി ഫ്രഞ്ച് പട. 2ാം പകുതിയിലും അർജന്റീന കളിശൈലിയിൽ മാറ്റം വരുത്തിയില്ല. പക്ഷേ 80-ാം മിനിറ്റിൽ ഫ്രാൻസിന് പെനാൽറ്റിയിലൂടെ ഗോൾ മടക്കാൻ അവസരം ലഭിച്ചു. പന്ത് ലക്ഷ്യത്തിലെത്തിച്ച് എംബാപ്പെ സ്കോർ 2-1 മാറ്റി. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ എംബാപ്പയുടെ ബൂട്ടിൽ നിന്ന് ബുള്ളറ്റ് ഷോട്ട് പിറന്നു. അർജന്റീനൻ ഗോളി എമി മാർട്ടിനസിന്റെ കൈവേഗം പോരായിരുന്നു എംബാപ്പയുടെ ഷോട്ട് തടയാൻ. ഫ്രാൻസ് ഒപ്പമെത്തി. അധിക സമയത്തും ആവേശ പോരാട്ടമായിരുന്നു. 2ാം പകുതിയിൽ ഫ്രാൻസ് പ്രതിരോധം മെസ്സിക്കാറ്റിൽ ഉലഞ്ഞു. വീണ്ടും പിന്നിലായ ഫ്രാൻസിനെ പെനാൽറ്റിയിലൂടെ എംബാപ്പെ ഒപ്പമെത്തിച്ചു. അവസാന നിമിഷം വരെ വിജയ ഗോളിനായി ഇരു ടീമുകളും ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 3 ഗോൾ വീതം നേടിയതോടെയാണ് കിരീടം നിർണയിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടക്കേണ്ടി വന്നത്. ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്കായി കിക്കെടുത്ത 4 പേർക്കും പിഴച്ചില്ല. എന്നാൽ ഫ്രാൻസിന്റെ 2 താരങ്ങൾ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ ഫിഫ വേൾഡ് കപ്പിന്റെ 22-ാം പതിപ്പ് ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ചരിത്രത്തിലെ 3ാം വിശ്വകിരീടം അർജന്റീന ഉയർത്തി. മെസ്സി തന്നെയായിരുന്നു ടീമിന്റെ എഞ്ചിനായി പ്രവർത്തിച്ചത്. 7 കളികളിൽ നിന്നായി 7 ഗോളുകളും 3 അസിസ്റ്റുകളും നേടി മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും അർജന്റീനയുടെ നായകൻ ലയണൽ മെസ്സി സ്വന്തമാക്കി. അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ അർജന്റീനയുടെ തന്നെ എമി മാർട്ടിനസ് ആണ് നേടിയത്. ഫൈനലിൽ ഫ്രാൻസിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാർട്ടിനസിന്റെ പ്രകടനമാണ് അർജന്റീനയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത്. ലോകകപ്പിലെ ഏറ്റവും മികച്ച യുവതാരമായി അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് തിരഞ്ഞെടുക്കപ്പെടുകയും കൂടി ചെയ്തപ്പോൾ 36 വർഷങ്ങൾക്ക് ശേഷം ലോക കിരീടം സ്വന്തമാക്കിയ അർജന്റീനയ്ക്ക് തുടക്കമൊന്നു കഴിച്ചുവെങ്കിലും ഒടുക്കം മതിരിക്കുക തന്നെ ചെയ്തു. കൂടുതൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.